ഇതേ തരത്തിൽ ഒരു നടിയുടെ പ്രശ്നം തന്നെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫാൽക്കെയ്ക്കും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അത് പരിഹരിച്ചത് അവസാനം ഒരു പുരുഷന് സ്ത്രീവേഷം കൊടുത്തുകൊണ്ടാണ് എന്നാലോചിക്കാം. സിനിമാ താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നടികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സദാചാര പോലീസിൻ്റെ പ്രവർത്തനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ തുടങ്ങുകയാണ്. ഈ നായികയുടെ തലമുടിക്കെട്ടിലുണ്ടായിരുന്ന ഒരു പൂവെടുത്ത് നായകൻ ഒന്ന് മണപ്പിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്ന വാർത്തകൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ട് ചിലർ ചോദിക്കേണ്ടായി, ഈ നടിമാരുടെ പ്രശ്നങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു, അന്നത്തെ നടിമാർക്ക് ഇതുപോലെ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നൊക്കെ. വാസ്തവത്തിൽ ഇന്ന് നടിമാർക്കുള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷേ പലരും നിശബ്ദരായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഇത്രയും പ്രൊഡക്ഷൻസ് ഇല്ല. പടങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. പടം എടുക്കുന്ന ആളുകൾ കുറവാണ്. അവരെ പിണക്കിയാൽ പിന്നെ തങ്ങൾക്ക് ഈ രംഗത്ത് നിൽക്കാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയുള്ള പല കഥകളുമുണ്ട്. ഓരോ സ്റ്റുഡിയോയിൽ നിന്ന് പിണങ്ങി പോവുകയും പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ തരത്തിലുള്ള പല സംഭവങ്ങളും. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ മലയാള സിനിമയുടെ ഉദയകാലത്ത് തന്നെ, ആ ജനന സമയത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ നായികയ്ക്കുണ്ടായ അനുഭവം തന്നെ വളരെ ക്ലേശകരമാണ്. PK റോസി എന്ന ആ താരം. അപ്പം ആദ്യത്തെ 2 നായികമാരെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും ഇന്നത്തെ നായികമാരുടെ പ്രശ്നങ്ങളുടെയും ഏറ്റവും ഒടുവിലായിട്ട് അനശ്വര രാജൻ്റെ ഒരു പരാതി കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ ഇത്തരം സ്ത്രീകളുടെ പരാതിയിലൂടെയും അവരുടെ പീഡനങ്ങളിലൂടെയും തന്നെയാണ് നമ്മുടെ സിനിമ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് പ്രകടമാക്കുന്നതിന് വേണ്ടി പഴയ കഥകളൊന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ റോസിയെ സംബന്ധിച്ചിടത്തോളം സെല്ലുലോയിഡ് എന്ന സിനിമ വന്നതോടെയാണ് പലർക്കും ആ കഥകളൊക്കെ അറിയാവുന്നത്. പക്ഷേ അതിൽ കുറേ അതിശയോക്തികളൊക്കെ ഉണ്ട്. അതിൽ ചില അർത്ഥസത്യങ്ങളുണ്ട്, ചില അസത്യങ്ങളുണ്ട്. അത് സിനിമയുടെ കാര്യമാണ്. അതുപോലെ തന്നെ കേട്ടുകേൾവികളിലുമുണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ JC ഡാനിയൽ എന്ന നിർമ്മാതാവ്, സംവിധായകൻ, അദ്ദേഹം ആദ്യമായിട്ട് വരികയും ഒരു നടിയെ തേടി അലയുകയും ചെയ്ത കഥ പോലും ഇന്ന് കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നും. പക്ഷേ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇതേ തരത്തിൽ ഒരു നടിയുടെ പ്രശ്നം തന്നെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫാൽക്കെയ്ക്കും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അത് പരിഹരിച്ചത് അവസാനം ഒരു പുരുഷന് സ്ത്രീവേഷം കൊടുത്തുകൊണ്ടാണ് എന്നാലോചിക്കണം. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ അപ്പോഴേക്ക് വർഷങ്ങൾ പലതും കടന്നുപോയി. ഹിന്ദിയിലും മറ്റ് ഭാഷകളിലും ഒക്കെ അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു. അതായത് നായികാ ദാരിദ്ര്യം പിന്നെ ഒരു പ്രശ്നമേ അല്ലാതായി. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചില സൂപ്പർ സ്റ്റാറുകൾ വരെ ആ കാലയളവിൽ ജനിച്ചു. ഇപ്പോൾ സുലോചന എന്ന നടിയൊക്കെ അക്കാലത്തെ സൂപ്പർ സ്റ്റാറായിരുന്നു. അപ്പോൾ ആ തരത്തിൽ മറ്റ് ഭാഷകളിലൊക്കെ ആർട്ടിസ്റ്റുകൾ, ഈ നടികൾ ധാരാളമായി രംഗത്ത് വന്നപ്പോഴും മലയാളത്തിൽ തുടങ്ങിയ ആദ്യത്തെ സിനിമയിൽ നടി ഒരു പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെയാണ് JC ഡാനിയൽ ബോംബെയിൽ പോയി ഒരാളെ വിളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ആ നടിക്ക് കേരളത്തിലെ ഇവിടുത്തെ നിർമ്മാണ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വന്നതുപോലെ തിരിച്ചു പോവുകയാണ്. പിന്നീടാണ് ഈ റോസിയിലേക്ക് വരുന്നത്. അന്ന് റോസിയല്ല, രാജമ്മയാണ്. രാജമ്മയെ ഇതിലേക്ക് പരിഗണിക്കാൻ കാരണം, ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ധൈര്യം പോലും വരുന്നത് രാജമ്മ അന്ന് പുരുഷന്മാർ കെട്ടുന്ന വേഷം കാക്കാരിശി നാടകങ്ങളിൽ കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ
മിക്കവാറും പുരുഷന്മാർ മാത്രം അഭിനയിക്കാറുള്ള കാക്കാരിശിയിൽ രാജമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിക്കുന്നത്. അഭിനയിക്കാം എന്ന് ഉറപ്പിച്ച് പറയുന്നു രാജമ്മ. അത് ജെ.സി. ഡാനിയലിന് വലിയ സമാധാനമാകുന്നു. അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങുകയാണ്. അതും ഈ ഹിന്ദി നടിക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ തീരെ ചെറിയൊരംശം, അതിൻ്റെ അടുത്തൊന്നും വരുന്ന തുകയല്ല കൊടുക്കുന്നത്. അതുപോലെ രാവിലെ താമസ സ്ഥലത്ത് നിന്ന് നടന്ന് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരികയാണ്. അന്ന് അങ്ങനെയല്ലേ സാധിക്കൂ, അന്ന് വാഹനങ്ങളൊന്നും ഇല്ല, കാര്യമായിട്ട് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഈ തൈക്കാടാണ് രാജമ്മയുടെ വീട്. തൈക്കാട് നിന്ന് ഈ ഷൂട്ടിംഗ് നടക്കുന്ന പട്ടം വരെ രാവിലെ നടന്നു വരുന്നു. ഷൂട്ടിംഗ് കഴിയുമ്പോൾ തിരികെ പോകുന്നു. പക്ഷേ നാട്ടുകാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങാൻ കാരണമെന്ന് പറയുന്നത്, അന്ന് രാജമ്മയുടെ ജോലി ഈ പുല്ലറുത്ത് വിൽക്കലായിരുന്നു. രാവിലെ തൊട്ട് പുല്ലറുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് വിൽക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്ന ജോലി. അപ്പോൾ ആ ജോലി ചെയ്തിരുന്ന ആളതൊക്കെ നിർത്തിയിട്ടൊരു ദിവസം നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവുകയാണ്, എന്തിനാണ് ഇവൾ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സദാചാര പോലീസ് എന്ന് പറയുന്ന എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലുണ്ട്. സിനിമ വന്ന കാലം തൊട്ടേ അവരുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സിനിമാ താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നടികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സദാചാര പോലീസിൻ്റെ പ്രവർത്തനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെ ഈ രാജമ്മ എന്തിനാണ് പോകുന്നത് എന്നുള്ളത് അറിയാനുള്ള താല്പര്യത്തിൽ പലരും അവളെ പിന്തുടരുന്നുണ്ട്, അവളറിയാതെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ അന്ന് പട്ടത്ത് ഇന്നത്തെ PSC ഓഫീസിൻ്റെ എതിരെയുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. വലിയ ഗേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പിന്നാലെ ചെന്ന് നോക്കുമ്പോഴേക്ക് ആ ഗേറ്റ് തുറന്ന് രാജമ്മ അകത്തേക്ക് പോകുന്നു, ഗേറ്റ് അടയുന്നു. അപ്പോൾ ഇവർക്ക് കൂടുതൽ ആകാംക്ഷയായി. അങ്ങനെയാണല്ലോ സദാചാര പോലീസിന് പല തോന്നലുകളും വരുമല്ലോ, അടഞ്ഞ ഗേറ്റിന് അകത്തെന്ത് സംഭവിക്കുകയാണ് എന്നുള്ളതിനെക്കുറിച്ച്. അങ്ങനെ ഇവരിൽ ആരോ അതിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ കയറി അകത്തേക്ക് നോക്കുമ്പോഴാണ്, പുറത്ത് ഈ സൂര്യ വെളിച്ചത്തിലാണല്ലോ ചിത്രീകരണം, പുറത്തുള്ള ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊന്നും സിനിമയാണ്. ആദ്യമായിട്ടാണ്, സിനിമയൊന്നും ഷൂട്ടിങ്ങൊന്നും ആരും കണ്ടിട്ടില്ല, പക്ഷെ അതിനു വേണ്ടിയുള്ളതാണെന്നൊക്കെ മനസ്സിലായി. അതിനെ തുടർന്ന് ഒരു വലിയ ശത്രുവിനെ പോലെയാണ് രാജമ്മയെ കണ്ടത്. എന്ന് വെച്ചാൽ തങ്ങളുടെ നാട് മുടിപ്പിക്കാൻ വന്ന ഒരാൾ എന്നുള്ള തരത്തിലാണ് രാജമ്മയെ കാണുന്നത്. ഏറ്റവും വലിയ സദാചാരരാഹിത്യമായിട്ടാണ് അതിനെ കാണുന്നത്. ഇത് ഭയന്നിട്ടാണല്ലോ ആദ്യം സ്ത്രീകൾ വരാനൊക്കെ മടിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം തൊട്ട് രാജമ്മയ്ക്ക് ഇവരുടെയൊക്കെ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. ഇവരുടെ കമൻറ്റുകൾ, കൂക്കിവിളികൾ, അതൊക്കെ ഏറ്റുകൊണ്ടാണ് അവൾ അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം. ഒടുവിൽ ഈ ചിത്രം പൂർത്തിയാവുകയും ചിത്രം തിയേറ്ററിൽ വരികയും ചെയ്യുമ്പോൾ എല്ലാവരും, ഈ ആദ്യം എത്തുന്നവരൊന്നും സിനിമ, നമ്മുടെ ഭാഷയിൽ ഇറങ്ങുന്ന സിനിമ എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമ, അന്നിപ്പോൾ സംസാരം കേൾക്കില്ലല്ലോ, നിശബ്ദ സിനിമയായതുകൊണ്ട്. പക്ഷെ സംസാരിക്കുന്നത് മലയാളത്തിലായിരിക്കും, ലിപ്പനങ്ങുന്നത്, മറ്റേ അതിലെ ടൈറ്റിൽസ് വരുന്നത് മലയാളത്തിലായിരിക്കും. അങ്ങനെയാണ് മലയാളം അതിൽ ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ ഇവിടെ വെച്ച് നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതും കൊണ്ടാണ് നമ്മളൊരു ഭാഷയുടെ പേരിൽ ആ സിനിമയെ പറയുന്നത്, അല്ലാതെ അതിൽ സംഭാഷണം ഉണ്ടായിട്ടല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സിനിമ എന്നുള്ള ആകാംക്ഷ അല്ലായിരുന്നു ഈ സിനിമ കാണാമെന്നവർക്കുണ്ടായത്. അത്തരത്തിലൊരു പോസിറ്റീവായ കാഴ്ചപ്പാടോടെ അല്ല വന്നത്, മറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണ് അഭിനയിച്ചിരിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ ശത്രുതയോടെയാണ് ആ സിനിമയെ അവർ സമീപിക്കുന്നത്. അങ്ങനെ സിനിമ ആരംഭിച്ചപ്പോൾ അതിൽ സ്വാഭാവികമായി അതിൽ പ്രേമരംഗങ്ങളൊക്കെ ഉണ്ട്. അതിലവരെ ഏറ്റവും പ്രകോപിപ്പിച്ചത് അന്നത്തെ കാലത്ത് അത് വളരെ ലൈംഗിക അരാജകത്വം എന്നവർ കരുതിയ ഒരു രംഗമാണ്. അത് വേറൊന്നുമല്ല, ഈ നായികയുടെ തലമുടിക്കെട്ടിലുണ്ടായിരുന്ന ഒരു പൂവെടുത്ത്
നായകൻ ഒന്ന് മണപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരെ ഏറ്റവും പ്രകോപിപ്പിച്ചത്. അതിനെ തുടർന്ന് ആ തിയേറ്ററിൽ വലിയ ബഹളം ഉണ്ടാകുന്നു. ആ സ്ക്രീൻ തന്നെ കല്ലെറിഞ്ഞ് നശിപ്പിക്കുന്ന അവസ്ഥ വന്നു. പിന്നീട് തൈക്കാട്ട് രാജമ്മയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമായി. അങ്ങനെ ഒരിക്കൽ അവൾ വീട്ടിലേക്ക് ആക്രമണകാരികൾ വരുന്നുവെന്നറിഞ്ഞ്, വീട് തീ വയ്ക്കാനായിട്ട് വരുന്നുവെന്നറിഞ്ഞ് അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയി കിള്ളിപ്പാലത്തെത്തുമ്പം ഒരു ലോറി യാദൃച്ഛ്യമായിട്ട് അവിടെ വരികയും ആ ലോറിക്ക് കൈ കാണിച്ച് പയനീർ കമ്പനിയുടെ ലോറിയായിരുന്നു അതിൽ കയറി പോവുകയുമായിരുന്നു. ഇതുവരെ മാത്രമേ വളരെ കാലത്തോളം നമുക്ക് ഈ രാജമ്മയെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് കണ്ടെത്തിയതെന്താണെന്ന് വെച്ചാൽ കേശവപിള്ള എന്ന ആളായിരുന്നു ആ ലോറിയിലെ ഡ്രൈവർ. അദ്ദേഹം അവളെ നാഗർകോവിലുകാരനായിരുന്നു. നാഗർകോവിൽ കൊണ്ടുപോയി സുന്ദരിയായ അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു ദളിത് യുവതിയാണെന്നുള്ളത് മറച്ചു വെച്ചിരുന്നു. കേശവപിള്ള ആണല്ലോ. അപ്പോൾ ഒരു നായർ യുവതിയായിട്ടാണ് പിന്നീട് അയാളുടെ ഭാര്യയായിട്ട് അവൾ ജീവിക്കുന്നത്. ആ തരത്തിലാണ് രാജമ്മയുടെ കഥ പോകുന്നത്. അപ്പോൾ ഇവിടെ പലരും പറയുന്നത് പോലെ ഇതിലെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് രാജമ്മ ഒരു ദളിത് യുവതി എന്നുള്ളതിനേക്കാളേറെ ഒരു യുവതി ആയതാണ്. അതായത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇന്നും നമ്മൾ കാണുന്ന സ്ഥിതി വിശേഷമാണത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വീട്ടിനടുത്ത് തന്നെ ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി എന്ന് വെച്ചോളൂ, ഏത് ജാതിയും ആവട്ടെ, അവൾ ഇപ്പോൾ രാത്രി വളരെ താമസിച്ചാണ് വരുന്നതെങ്കിൽ ഉടനെ കഥകൾ പരക്കുന്നുണ്ട്, പല ഉപദ്രവങ്ങളും ഉണ്ടാകുന്നുണ്ട്, ഗോസിപ്പുകൾ പലതും ഉണ്ടാവും. അപ്പോൾ മറ്റു തൊഴിലിടങ്ങളിലെ പോലെ ഒരു മാന്യത ഇതിന് കൊടുക്കാത്ത ഒരവസ്ഥ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് അന്ന് ആദ്യത്തെ സിനിമയിലുണ്ടായ ആ അവസ്ഥ തന്നെയാണ് ഇന്ന് കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഹേമ കമ്മിറ്റി ഇപ്പോൾ വേണ്ടി വന്നത്, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് ഒരു ദളിത് യുവതി എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. ദളിതർക്കുള്ള അന്നത്തെ അവസ്ഥ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള തരത്തിൽ തന്നെ ഈ തരത്തിൽ എതിർപ്പിന് വിധേയമാകും എന്നുള്ളത് നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി JC ഡാനിയലിൻ്റെ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കസിനായ സുന്ദർരാജായിരുന്നു. ഈ സുന്ദർരാജാണ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയുടെ നിർമ്മാതാവ്.